ഹലോ ചെക്ക് आगे अपनी नाम देखिए അത് പൊട്ടില്ല എത്ര ഐറ്റംസ് ജ്യൂസാണുള്ളത്? 2 ഐറ്റംസാണ് ജ്യൂസ്. ഒന്ന് പൈനാപ്പിൾ, ഒന്ന് വാട്ടർമെലാണ്. രണ്ട് ഐറ്റംസ് അല്ലേ? ഏകദേശം എത്ര ആൾക്കുള്ള ജ്യൂസാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു 1000 പ്രതീക്ഷിക്കുന്നുണ്ട്. 1200 ഗ്ലാസ് ആ ലെവലിൽ ഗ്ലാസ് നൗഫലിക്ക, ഇത് എന്താണ് സംഭവം? ഇതിവിടെ കഴിഞ്ഞ ഒരു 5-6 വർഷം, 7ാമത്തെ വർഷമാണ് തായച്ചന ജനകീയ കൂട്ടായ്മൻ്റെ ഇഫ്താർ സംഘം. ഇത് ഈ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ്. ഇവിടെയുള്ള നാനാജാതി ആളുകൾ, ഇവിടുത്തെ ക്ലബിൻ്റെ ആളുകൾ, ഈ പിന്നെ എല്ലാ കുട്ടികളും എല്ലാം കൂടിയിട്ടുള്ളൊരു ഉത്സവം. കഴിഞ്ഞ തവണ ഓരോ തവണയും നമ്മൾ ഓരോ ഗസ്റ്റുമാരൊക്കെ വിളിച്ചിട്ടാണ് നടത്താറ്. വിവിധ മതസംഘടനയിലുള്ള ആളുകൾ, പിന്നെ അതുപോലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളൊക്കെ പങ്കെടുക്കും. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വരുന്ന നമ്മുടെ തഹസിൽദാർ തന്നെയാണ്, നമ്മുടെ നാട്ടുകാരനായ തഹസിൽദാർ. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിലെ ആളുകൾ വന്ന് പങ്കെടുക്കുന്ന 1000ഓളം ആളുകൾ വന്ന് പങ്കെടുക്കുന്ന തായച്ചന ജനകീയ കൂട്ടായ്മയുടെ കീഴിൽ നടത്തുന്ന ഒരു ഇഫ്താർ സംഗമം. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ക്ലബ്ബുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടി ഇവർ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ഇഫ്താർ സംഘം ഞങ്ങൾ കൊല്ലം നടത്തി വരുന്നത്. എന്താ പറയാനുള്ളത് ഇഫ്താറിനെ പറ്റി? മാഷാ അല്ലാഹ്, എല്ലാ വർഷവും ജനകീയ കൂട്ടായ്മയുടെ കീഴിൽ വളരെ ഉഷാറായിട്ട് നടന്നു വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഐക്യമാണ് ഇതിലൂടെ വിളിച്ചു പോകുന്നത്. എല്ലാ ക്ലബ്ബുകാരും, പിന്നെ സന്നദ്ധ സംഘടനകൾ, അതുപോലെ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ഇതിനു വേണ്ടി തായച്ചനയുടെ ഒരു ഐക്യമാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു. വേറെ മനസ്സിലാണല്ലേ? തായച്ചന ജനകീയ കൂട്ടായ്മയാണ് ലഹരിയുടെ മാത്രമാണ്
സമയം തുടങ്ങിയില്ല എത്തൂല കാൽ ഭാഗം എത്തിക്കില്ല. അത് ഇതേണ്ടല്ല കുട്ടികളെ എടുക്കാം ശരി അങ്ങോട്ട് പാരാവാരം ജനങ്ങളും ഈ കൂട്ടായ്മയും ഇത് നിലനിന്ന് പോവുകയാണ്. അപ്പോൾ ഇന്ന് വിട്ടുനിൽക്കാൻ ഒരു നിലക്കും കഴിയുന്നില്ല. കാരണം വീടുകളിൽ നിന്ന് നോമ്പ് ഇറക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ സ്വസ്ഥത ഈ 50 കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഉള്ളൊരു ഇത്. പക്ഷേ നിങ്ങളെ ഈ തായച്ചന കൂട്ടായ്മ മറ്റ് കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഈ കാണുന്ന സൗഹൃദം അല്ലെങ്കിൽ ഒരു ഇഫ്താർ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഇഫ്താറിൽ വെച്ച് ഇതിൻ്റെ ഭാരവാഹി പറഞ്ഞു ഇവിടെ ഒരു പാവപ്പെട്ട കുടുംബം ഞങ്ങളെ മഹലിൽ ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം. ഇത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. الله أكبر الله أكبر أشهد أن لا إله إلا الله إلا